DC പടം കണ്ടു. അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത് ലോകേഷ് കനകരാജ്, വാമിക ഗബ്ബി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന സിനിമയാണ്. അപ്പോൾ ഇന്ന് ഈ തമിഴ് ആക്ഷൻ ഡ്രാമ സിനിമയെ കുറിച്ച് മോശം സാമൂഹ്യ സ്ഥിതിയുടെ ഇരകളായിട്ടുള്ള രണ്ടുപേരുടെ കഥയാണ് ഈ പടം എന്ന് പറയാം. ചെറുപ്പത്തിലെ ക്രൈമിന്റെ പാതകളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ദാസിന്റെയും ക്രൂരമായ പുരുഷ പീഡനങ്ങൾക്ക് വിധേയയായ ചന്ദ്രയുടെയും യാത്രയാണ് ഈ പടം. ഒരു ഡീസന്റ് ആക്ഷൻ ഡ്രാമയാണ് DC. ഇതൊരു ടിപ്പിക്കൽ അരുൺ മാതേശ്വരൻ വയലന്റ് ആക്ഷൻ പടമാണെന്ന് പറയാം. ഈ പടം കാണുമ്പോഴേ ആരാണ് ഡയറക്ടർ എന്ന് നോക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. പുള്ളിയുടെ പക്ക കയ്യൊപ്പ് പതിഞ്ഞ ഒരു പടമാണ്. വയലൻസ്, നായികയുടെ ഡ്രസ്സ്, ഫ്രണ്ടിലേക്ക് പുള്ളിക്കാരുടെ വീണ് നടക്കുന്ന രണ്ടിഴ മുടി, ഒമ്നി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാനിൽ തോക്കുമായിട്ടുള്ള യാത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അരുൺ മാതേശ്വരന്റെ തന്നെ സാനികായത ഉൾപ്പെടെയുള്ള മുൻകാല ചിത്രങ്ങൾ ഓർമ്മയിൽ വന്നു. ഒരു വമ്പൻ പുതുമയുള്ള സ്ക്രിപ്റ്റ് ഒന്നുമല്ല. നമ്മൾ ഇതുപോലെയുള്ള കഥകളൊക്കെ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഒരു റിവെഞ്ച് ആക്ഷൻ ഡ്രാമ എന്ന നിലയിൽ ഈ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. എങ്കിലും പടം എൻഗേജിംഗ് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. കുറെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള വയലന്റ് സീനുകളൊക്കെ പടത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ബ്രോത്തൽ സീനൊക്കെ കിടുവായിരുന്നു. ടെക്നിക്കലി മികച്ചൊരു സിനിമ കൂടിയാണ്. നല്ല ക്യാമറ, നല്ല മ്യൂസിക്, നല്ല മേക്കിംഗ് ക്വാളിറ്റിയും ഉണ്ട്. പെർഫോമൻസുകളും നല്ലതാണ്. ബിഗ് സ്ക്രീനിൽ നായകനായുള്ള ലോകേഷ് കനകരാജിന്റെ തുടക്കമാണ് DC എന്ന് പറയാം. അരങ്ങേറ്റം മോശമാക്കിയിട്ടില്ല. DCയിലെ D, അതായത് ദാസ് അഥവാ ദേവദാസ് ആയിട്ട് ലോകേഷ് നല്ല പെർഫോമൻസ് ആയിരുന്നു. ആറ്റിറ്റ്യൂഡ് ഒക്കെ നൈസ് ആയിരുന്നു. ആക്ഷൻ ഒക്കെ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രീൻ പ്രസൻസ് പുള്ളിക്കുണ്ടായിരുന്നു. വാമിക ഗബ്ബിയാണ് DCയിലെ C അഥവാ ചന്ദ്രയായിട്ട് വരുന്നത്. അരുൺ മാതേശ്വരന്റെ മിക്ക നായികമാരെയും പോലെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ്. കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൺ വോയിസ് ഡബിംഗ് ആണെന്ന് തോന്നുന്നു. ആ കഥാപാത്രത്തിന്റെ ഒരു പശ്ചാത്തലമൊക്കെ വെച്ചിട്ട് നോർത്ത് ഇന്ത്യൻ ടച്ച് ഉള്ള ഒരു തമിഴ് പറയുന്നത് കറക്റ്റ് മാച്ചിങ് ആയിട്ട് തോന്നി. പുള്ളിക്കാരുടെ ചില ആക്ഷൻ സീനുകളും നല്ല സംതൃപ്തി തന്നായിരുന്നു. ഉസിരില്ലാത്ത റോജാപ്പൂ എന്ന പ്രയോഗം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ലോകേഷ്, വാമിക തമ്മിലുള്ള കെമിസ്ട്രിയും അതുപോലെ തന്നെ ലോകേഷും സഞ്ജനയും തമ്മിലുള്ള കെമിസ്ട്രിയും നൈസ് ആയിരുന്നു. ഇതിലെ ഭോജ്രാജ് എന്നൊരു പോലീസുകാരനായിട്ട് വന്ന ക്രിഷ് ദയാലിന്റെ പെർഫോമൻസും എടുത്തു തന്നെ പറയണം. പുള്ളി കിടുവായിരുന്നു. പിന്നെ കിറ്റി ആയിട്ട് വന്ന അവിനാഷ് രഘുദേവൻ, അഷ്റഫ് ആയിട്ട് വന്ന ബാലാജി ദേവി പ്രസാദ്, പാർവതിയായിട്ട് വന്ന സഞ്ജന കൃഷ്ണമൂർത്തി, ജവഹർ ശക്തി തുടങ്ങിയവരും നൈസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ടെക്നിക്കലി പടം കിടുവാണ്. മുകേഷ് ജിയുടെ ആണ് ക്യാമറ. ചില വിഷ്വലുകൾക്കൊക്കെ അപാര ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ കളർ ടോണും അടിപൊളിയാണ്. പ്രസന്ന ജിക്കെയാണ് ഇതിന്റെ എഡിറ്റിംഗ്. പടത്തിന്റെ സ്കോറും പാട്ടുകളും ഇതിന്റെ മെയിൻ പോസിറ്റീവ് ആണെന്ന് എടുത്തു തന്നെ പറയണം. അനിരുദ്ധിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് വർക്കാണ്. പുള്ളി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. മറ്റേ ഐക്കോണിക് പൂക്കി സ്കോർ ഉൾപ്പെടെ മ്യൂസിക് മൊത്തം കൊള്ളാം. കുറെ ഇടങ്ങളിലെ സ്കോർ ഭയങ്കര രസം ഉണ്ടായിരുന്നു. സോ ഈ അടുത്തിടെ വന്ന അനിരുദ്ധിന്റെ മികച്ച വർക്കുകളിൽ ഒന്നാണിത്. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ കഥയിൽ അങ്ങനെ വലിയ പുതുമകളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ നെഗറ്റീവ്. ഈ ഒരു പാറ്റേണിൽ ഇഷ്ടം പോലെ പടങ്ങൾ ഞാൻ പറഞ്ഞില്ല മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ആക്ഷനും വയലൻസും ഒക്കെ കൊള്ളാം. ചില കില്ലിംഗ് സീനുകൾ നല്ല ഒരു ഗിൽറ്റി പ്ലഷർ അല്ലെങ്കിൽ സാറ്റിസ്ഫൈങ് ആണ്. സോ പടം നമുക്ക് ഇങ്ങനെ വൺ ടൈം വാച്ചിൽ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം, പിന്നെ കണ്ടു മറക്കാം. അതല്ലാതെ ടേക്ക് അവേ ആയിട്ടൊന്നും കൊണ്ടുപോകാൻ ഈ പടത്തിലില്ല. അതിന് മെയിൻ കാരണം അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡെപ്ത് കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ ഇല്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ആക്ഷൻ പടങ്ങളുടെയൊക്കെ സ്ഥിരം ക്ലീഷയും കുറച്ച് ലോജിക്കൽ ഇഷ്യൂസും ഒക്കെ പടത്തിനുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് കുറച്ച് നീളം കൂടിപ്പോയി എന്ന് തോന്നി. ചെറിയൊരു ഡ്രാഗിങ് ഫീൽ ചെയ്തായിരുന്നു. കുറച്ച് ഓവർ വയലൻസും പടത്തിലുണ്ട്. സോ മൊത്തത്തിൽ ബ്രൂട്ടൽ വയലന്റ് ആക്ഷൻ ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസന്റ് ആക്ഷൻ പടമാണ് DC. വമ്പൻ ഫ്രഷ് ഐറ്റം ഒന്നും പ്രതീക്ഷിക്കരുത്, അത്രയ്ക്കൊന്നും ഇല്ല. സ്റ്റിൽ ഒരു വൺ ടൈം ഡീസന്റ് വാച്ച് പടമാണ്. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ ഇപ്പോൾ കാണാം. 2 മണിക്കൂർ 22 മിനിറ്റ് ആണ് റൺ ടൈം. 18+ ആണ്. ബ്രൂട്ടൽ വയലന്റ് ആക്ഷൻ രംഗങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.